ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എല്ലാം കണ്ടുപിടിക്കും ഞാൻ. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായി. എല്ലാം കണ്ടെത്താനായി അവൾക്ക് മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെയൊക്കെക്കാൾ വലുത് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന് തോന്നൽ പ്രാർത്ഥനയെ തൽക്കാലം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തി. ശരി പ്രീതി, ഞാൻ പോയി വരാം. സത്യങ്ങളെല്ലാം കണ്ടെത്തി നിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും ഇനി എൻ്റെ വരവ്. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ രണ്ടുപേരും രണ്ടിടത്ത് ജീവിക്കുന്നതിൻ്റെ അർത്ഥം. ഒരു ഭാഗത്തു നിന്നും ഞാൻ സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നീ എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും നീ അന്വേഷിച്ചാൽ മാത്രമേ സത്യങ്ങൾ പൂർണ്ണമായും നമുക്ക് മുന്നിൽ എത്തുകയുള്ളൂ. ഒന്നും മറക്കണ്ട, നിന്റെ അമ്മ എന്നെ കണ്ട് നീയാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതിനനുസരിച്ച് വേണം നീ ഇനി പെരുമാറാൻ. നീ ഒന്നുകൊണ്ടും പേടിക്കാതെ ആരോടും ഈ കാര്യങ്ങൾ പറയാതെ ആയിരിക്കണം സത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന തൻ്റെ പുതിയ ഫോൺ നമ്പർ പ്രീതിക്ക് നൽകി അവളുടെ നമ്പറും വാങ്ങി. ശരി പ്രീതി, ഞാൻ പോയി വരാം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന എറണാകുളത്ത് നിന്നും വീണ്ടും തിരികെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ കയറി. തിരുവനന്തപുരത്ത് എത്തിയതും രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. ടാക്സിയൊന്നും കിട്ടാതെ പ്രാർത്ഥന അങ്ങനെ റോഡിലൂടെ നടക്കവെയാണ് പെട്ടെന്ന് അവളെ 2-3 പേർ പിന്തുടരുന്നത് അവൾ തിരിച്ചറിയുന്നത്. പെട്ടെന്ന് പ്രാർത്ഥന വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അന്നേരം അവളുടെ പുറകെ വന്ന 2-3 പേർ അവൾക്കരികിലേക്ക് ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നിൽക്കടി അവിടെ, ഇന്ന് നീ നമുക്കുള്ളതാ. നിന്നെ കണ്ടിട്ട് എങ്ങനെയാ വെറുതെ വിടാൻ തോന്നുന്നത്? നിന്റെ രുചി ഇന്ന് ആസ്വദിക്കണം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയുടെ ചുരിദാറിന്റെ ഷോൾ ആ ദുഷ്ടന്മാർ അവളുടെ ദേഹത്ത് നിന്നും പിടിച്ചെടുത്തു. പെട്ടെന്ന് അവൾ അവരെ തള്ളിമാറ്റി അവിടെ നിന്നും കാണുന്ന ഒരു ഇടവഴിയിലേക്ക് ഓടി. പെട്ടെന്നാണ് ഒരു കാട് അവൾ കാണുന്നത്. ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ പ്രാർത്ഥന ആ കാട്ടിലേക്ക് ഓടി. അവസാനം ഓടി പ്രാർത്ഥന ഒരു മലമുകളിന്റെ അവസാനത്തിലെത്തി. അന്നേരം ആ ഗുണ്ടകളും അവളുടെ പിന്നിലുണ്ടായിരുന്നു. മലയുടെ അവസാനത്തിലെത്തിയ പ്രാർത്ഥനയ്ക്ക് ഇനി ഒരിടത്തേക്കും പോകാനുള്ള സ്ഥലമില്ലായിരുന്നു. അന്നേരം ആ ഗുണ്ടകൾ അവളോടായി പറഞ്ഞു, ഇനി നീ എങ്ങോട്ടോടും? ഈ മല ഇവിടെ അവസാനിച്ചു. നീ ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക്. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയുടെ അരികിലേക്ക് അവർ വരാൻ തുടങ്ങിയതും പ്രാർത്ഥന പറഞ്ഞു, ഇല്ലടാ, മരിക്കേണ്ടി വന്നാലും ഈ പ്രാർത്ഥന നിന്റെ എന്നെ മുന്നിൽ അടിയറവ് പറയില്ല. ആത്മാഭിമാനമുള്ള പെണ്ണാണ് ഞാൻ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന കൈ കൂപ്പിക്കൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലയോ മഹാദേവ, ദിവസവും നിനക്ക് പൂജ ചെയ്യുന്ന ഭക്തയാണ് ഞാൻ. നിന്റെ നാഗങ്ങൾക്ക് നാഗപഞ്ചമി ദിവസത്തിൽ പാലൂട്ടിയവളാണ് ഈ ഭക്ത. ഇനി എന്നെ രക്ഷിക്കേണ്ടത് നീയാണ്. നീയില്ലാതെ ഈ ലോകത്ത് ആരുമില്ല. നീയാണ് ഈ ലോകത്തിന്റെ ഉടയോർ. നിന്നിൽ മാത്രമേ എനിക്ക് അഭയം പ്രാപിക്കാൻ കഴിയുള്ളൂ. നീ എന്നെ രക്ഷിക്കണം മഹാദേവ, ശംഭോ മഹാദേവ. പ്രാർത്ഥന ഇത്രയും പറഞ്ഞ് ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി.